അപ്പം നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ ക്ലാസിക്കിൻ്റെ എപ്പിസോഡ് 6 ആണ്. അപ്പോൾ ഈ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർ ഒന്ന് ചെന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ നമ്മുടെ ഹാംസം വില്ലനാണെങ്കിൽ അവിടെ എന്ന് പറയുകയാണ്, എനിക്ക് പണ്ടോട്ടേ ഉള്ള ശീലമാണിത്. എനിക്ക് പെണ്ണുങ്ങളെ കാണുമ്പം സുന്ദരിയായ പെൺകുട്ടികളെ കാണുമ്പോൾ അവരുടെ മുമ്പിൽ ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്നത്. നമുക്ക് എന്തെങ്കിലും ചെയ്താൽ പറ്റും. അപ്പം പിന്നെ നിങ്ങളെങ്ങനെ ആ പവർ എടുക്കുമെന്ന് ആ റാബിറ്റ് ചോദിക്കുന്നു. അപ്പം തന്നെ ഞാനൊരു പ്ലാൻ എക്സിക്യൂട്ടീവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് രാത്രി തന്നെ അത് നമ്മൾ ചെയ്ത് വയ്ക്കണം. എന്നിട്ട് നമുക്ക് അവനെയൊക്കെ നമുക്ക് തോൽപ്പിക്കണമെന്നൊക്കെ പറയുക. ആ പെണ്ണിനെ കണ്ടാൽ എനിക്ക് പണ്ട് തൊട്ടേ വീക്ക്നെസ്സാണ്. ആ ഒരു പെണ്ണിന് എന്തൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. നമുക്ക് ഇന്ന് രാത്രി തന്നെ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉലോമിനെ വെച്ചതിന് ശേഷം അവിടെ ഒരു കാരവാനൊക്കെ ഉണ്ടാക്കുകയെന്ന് ഗോഗുവും ബുൽമയും കൂടെ. എന്നിട്ട് അവിടെ നിന്ന് ഗോഗു ആണെങ്കിൽ കുറേ ഫുഡൊക്കെ കഴിക്കാണ്. ബുൽമയാണെങ്കിൽ അവിടെയൊക്കെ തിരിച്ച് നോക്കിയതിന് ശേഷം പറയാണ്, ഇതെന്താ ചെറുതാണ്, ഇവിടെയൊക്കെ എനിക്ക് ഒരു ദിവസം പോലും താമസിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ബാത്റൂമിൽ എത്തിയതിന് ശേഷം പറയുക, ഇവിടെയൊക്കെ എനിക്കൊന്നും നല്ലവണ്ണം കുടിക്കാൻ പോലും പറ്റത്തില്ലല്ലോ എന്ന് പറയുകയാണ് ഉലോമിൻ്റെ അടുത്ത്. അതിനുശേഷം നമ്മുടെ ഉലോം പറയാണ്, നമ്മുടെ ഭാഗ്യത്തിനാണ് ഇത്രയെങ്കിലും കിട്ടിയത് എന്ന് പറയാണ്. അപ്പം ബുൽമ പറയാണ്, നമുക്കിവിടെ കുറച്ച് നേരത്തേക്ക് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ അതിലും. അപ്പം തന്നെ 2 റോബോട്ടുകൾ അങ്ങോട്ട് ചെയ്യുന്നതാണ് കാണിക്കും. അവരാണെങ്കിൽ ആരൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവരങ്ങോട്ട് ഓടി ചാടി വരികയാണ്. അത് ആരോടാ ബന്ധപ്പെടുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പിലാസയുടെ വോയിസാണ്, അത് വോയിസ് കേൾക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ റോബോട്ടിനെ നോക്കിക്കഴിഞ്ഞാൽ റോബോട്ടിൻ്റെ അകത്തുനിന്ന് നമ്മുടെ ഷൂവും നമ്മുടെ മായും പുറത്തോട്ട് വന്നിട്ട് അങ്ങോട്ട് ഓടുകയാണ്. എന്നിട്ട് അവിടുന്ന് പിലാസയെ നോക്കിയതിന് ശേഷം പിലാസയായിട്ട് എന്തൊക്കെ സംസാരിക്കുന്നുണ്ട്. അവരങ്ങനെ അവിടോട്ട് വന്ന് നിൽക്കുകയാണ് ചെയ്ത്. അവിടെ വന്ന് ഇരിക്കുമ്പോൾ അവരുടെ കയ്യിൽ എന്തോ ഒട്ടുന്നുണ്ട്. അതായത് ഷൂവിൻ്റെ അവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ എന്തോ ഒട്ടുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പുള്ള സീനാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഹാംസം വില്ലനും റാബിറ്റും അങ്ങോട്ട് വരികയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ അവിടെ വന്ന് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്നെ തന്നെയായിരിക്കും അവർ പൊക്കാൻ പോകുന്നത്, എനിക്ക് പേടിയുണ്ട്, എൻ്റെ ഈ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ അപ്പോൾ ഗോകുറെ, നീ അറിയാത്ത കുറേ സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലും ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് സാധനങ്ങൾ? നിങ്ങളെ ഒന്നുമില്ലല്ലോ, ആ വടി മാത്രമല്ലേ ഉള്ളൂ നിൻ്റെ കയ്യിൽ, അത് നിൻ്റെ അടുത്ത് പറയലൂ എന്നാണ് പുല്ലും പറഞ്ഞത്. എന്നാൽ ഞാൻ നിൻ്റെയൊക്കെ അത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഡ്രാഗൺ ബോൾ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഗോകു. അതിനുശേഷം പറയാണ്, ഇതാണ് ഡ്രാഗൺ ബോൾ, ഇത് 7 ഉള്ളത്, ഇത് ഈ ലോകത്തിൻ്റെ പല ഭാഗത്തായി കിടക്കുക, ഇത് ഞങ്ങൾ തിരക്കെടുത്തതിന് ശേഷം വിഷ് അയച്ചു തരുമെന്ന് പറയുന്നുണ്ട്. ഇത് പുറത്ത് നിന്ന് നമ്മുടെ ഹാംസം വില്ലൻ കേൾക്കുന്നുണ്ട്. ഈ ഹാംസം വില്ലനാണെങ്കിൽ ഇതും കേട്ടുകൊണ്ട് പുറത്ത് തന്നെ ഇരിക്കുകയാണ്. ഇത് കേട്ടതിന് ശേഷം ഹാംസം വില്ലൻ്റെ പ്ലാൻ ഒന്ന് മാറുകയാണ്. നമുക്ക് ആദ്യം ആ ഒരു ഡ്രാഗൺ ബോൾ എടുക്കാം, എന്നിട്ട് ഇവന്മാരെ തീർക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ അവിടെ ബുൽമ കുളിക്കുന്നതാണ് നമ്മുടെ ഹാംസം ഈ കാണുന്നത്. അപ്പോൾ അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. അയ്യോ എന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ട്, എന്താ ഇപ്പോൾ കണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ ആശ്ചര്യപ്പെട്ട് അവിടെ കുഞ്ഞിന്ന് വായും പൊളച്ചിക്കൊണ്ട്. അപ്പം ബുൽമ ശബ്ദം കേട്ട് വെളിയിലോട്ട് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. ഹാംസം പോയി അവിടെ മിണ്ടാതെ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. എന്നിട്ട് ബുൽമ വീണ്ടും കുളിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം നമ്മുടെ ആ ഒരു ഹാംസം പോയി അവിടെ നിന്നതിന് ശേഷം, എനിക്കെന്താ ഇത് ഇതുവരെ തീരാത്ത, എനിക്ക് പണ്ട് തൊട്ടുള്ള ശീലം ഇത്, എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഗോകുവിൻ്റെ അടുത്ത് ഉലം പറയാണ്, ഇത് നമ്മൾ വിഷു ചോദിച്ചാൽ അപ്പം സാധിച്ചു തരില്ലേ, അപ്പം ഇത് അത്രത്തോളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് എന്തൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഊലോ. അപ്പം തന്നെയാണ് നമ്മുടെ ഹാംസം പോയാണെങ്കിൽ അതിൻ്റെ അടിയിലൊരു ബോംബ് വെച്ചതിന് ശേഷം അങ്ങോട്ട് മാറിയിരിക്കും. മാറുന്നതിന് ശേഷം പറയുന്നത്, നമുക്കാദ്യം ആ ഡ്രാഗൺ ബോൾ എടുത്തതിന് ശേഷം നമ്മുടെ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പ്ലാനിനകത്ത് ചെറിയ തിരുത്തൽ വരുത്താമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആ ബോംബ് വെച്ചത് നമ്മുടെ ഹാംസം പോയായിരുന്നു. അപ്പം നമ്മുടെ ഊഗോ പറയാണ്, നീ ഇതാരത്തും പറയത്തില്ലല്ലോ ഇല്ലേ? അപ്പം പറയാണ്, ഞാൻ ആരടുത്ത് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അത്യാഗ്രഹം മൂടി എന്തൊക്കെ ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുകയാണ് മനസ്സിലാവാൻ. അതിനുശേഷം അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഗോകുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അപ്പോൾ ഈ 7 കട്ടുപിടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്? അതെ, ഡ്രാഗൺ ബോൾ 7 ഉള്ളത്. അപ്പം തന്നെ ബുൽമ വന്ന് തലക്കടിക്കുകയാണ്. ഒന്നതിന് ശേഷം പറയാണ്, ഞാൻ എന്തൊക്കെ അവൻ്റെ അടുത്ത് പറയുന്നതെന്നൊക്കെ ചെയ്യും. അതിനുശേഷം പറയാണ്, എനിക്ക് നല്ല തുണികളൊന്നും ഇല്ലല്ലോ, തുണി കൊണ്ടുവരാൻ പറയും. അപ്പോൾ നല്ല ദാഹം ഉണ്ടോ എന്ന് ചോദിച്ചു ജ്യൂസ് എടുത്ത് ഊലം എല്ലാവർക്കും കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ എല്ലാവർക്കും എന്തോ പറ്റുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ബുൽമ പറയാണ്, എനിക്ക് തുണികളൊന്നുമില്ല, നാളെ രാവിലെ നീ നല്ല തുണികളൊക്കെ വൃത്തിയാക്കി നല്ല തുണികളൊക്കെ കണ്ടു വെക്കണേ എന്ന് പറയാം. ഒരാൻ പറയാണ്, ഞാൻ ചെയ്തേക്കാന്ന് പറഞ്ഞതിന് ശേഷം വീണ്ടും ഒരു ഭാഗത്ത് ചിരി കഴിക്കാമെന്ന്, ഒരു വല്ലാത്തൊരു കൂടോത്ര ചിരി. അതിനുശേഷം നമ്മുടെ ഗോഗും ഉൽമയും നല്ലോണം ഉറങ്ങുകയാണ്, നല്ല ഉറക്കം. എൻ്റെ പ്ലാൻ സക്സസ്ഫുള്ളി, ഞാൻ ഈ ജ്യൂസിനകത്ത് ഉറക്കമുള്ള വിലക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, അത് പ്രവർത്തിച്ചു തുടങ്ങി എന്ന് പറയുന്നുണ്ട്.
ഇപ്പം നമ്മുടെ നേരത്തെ ഷൂവിൻ്റെ കൈ എന്തോ ഒട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാൻസം പോയി ഒട്ടിച്ചൊരു ബോംബായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ ഷൂ ആണെങ്കിൽ കിടന്ന് പേടിക്കുകയാണ്. അപ്പം തന്നെ മായി ഇത് മേടിച്ചതിന് ശേഷം ബാക്കി പോയിക്കുക, അത് പെട്ടെന്നൊന്ന് ഇല്ലാതാക്കാൻ നോക്ക്, അത് പെട്ടെന്നൊന്ന് നിർത്തി നീ. എന്നാൽ നമ്മുടെ ഷൂ പേടിച്ച് കുറച്ച് എന്തൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്, അതെങ്ങനെയൊക്കെ മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോഗു ഒക്കെ നല്ലോണം ഉറങ്ങി നോക്കിയതിന് ശേഷം നേരെ ഊലം വന്നെങ്കിൽ മണ്ടയിലോട്ട് സ്റ്റെപ്പ് കയറിയും പോവുകയാണ്. അപ്പം നമ്മുടെ ഹാൻസം പോയിക്കാണെങ്കിൽ ആ റാബിറ്റ് ആ താക്കോല് മോഷ്ടിച്ചുകൊണ്ട് കൊടുക്കുകയാണ് ആ ഒരു കാരവാൻ്റെ. അതിനുശേഷം നമ്മുടെ ഹാൻസം പോയി അതൊക്കെ തുറന്ന് അകത്തോട്ടും കയറുകയാണ്. അതിനുശേഷം പറയാണ് നീ ഗോകുൻ്റെ കാര്യം നോക്ക് എന്ന് പറയാണ്. അപ്പോൾ ഗോകു അവിടെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഗോകുൻ്റെ കാര്യം നീ നോക്കുന്ന ആ റാബിറ്റിൻ്റെ അടുത്തൊക്കെ പറയാണ്. അപ്പം തന്നെ ആ റാബിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയതിന് ശേഷം ഇവിടെ ആരും ഇല്ലല്ലോ, ഊലവിനെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പം തന്നെ ഊലം വണ്ടതിന് ശേഷം ഇവർ വന്ന ആ ശബ്ദം കേൾക്കുവാണ്. ഇനി അത് ഗോകു ഇങ്ങോട്ട് വരുമെന്ന് ചോദിക്കും. അപ്പം തന്നെ ആ റാബിറ്റ് ഗോകുവിൻ്റെ രൂപത്തിലോട്ടങ്ങ് മാറും. അതിനുശേഷം നമ്മുടെ ഊലം താഴോട്ട് നോക്കുമ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഗോകുവായിട്ട് അറിയാം റാബിറ്റ് മണ്ടയിലോട്ട് കയറി വരുവാണ്. ഇതാണ് ശേഷം നമ്മുടെ ഊലം വല്ലാതെ അങ്ങ് പേടിക്കുകയാണ്. അതായത് ഇപ്പോൾ ഗോകു മണ്ടയിലോട്ട് വന്നാൽ എന്തായാലും മുൽമേറ്റ് പറയും, അങ്ങനെ എൻ്റെ പ്ലാൻ നശിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് പേടിച്ചുറച്ച് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം ഇല്ല ഒരു വഴി ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് പേടിച്ചുറച്ച് ഇന്ന് അവൻ പെട്ടെന്ന് തന്നെ അവൻ പുൽമയുടെ രൂപത്തിലോട്ട് അങ്ങ് മാറുകയാണ്. അതിനുശേഷം നമ്മുടെ പുൽമയുടെ അടുത്തോട്ട് കയറി വന്ന ഗോകു ചോദിക്കുകയാണ്, നീ ഊലവിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ഊലവിനെ അന്വേഷിച്ച് ഇറങ്ങുവാണ്. രണ്ടുപേരും കൂടെ ആ ഗോകുവിൻ്റെ രൂപത്തിൽ ഇറങ്ങിയ റാബിറ്റും ഊലവും പുൽമയുടെ രൂപത്തിലുമായിട്ട് പോവുകയാണ്. രണ്ടുപേരും ഫേക്കാന്നുള്ളത് രണ്ടുപേർക്ക് അറിഞ്ഞൂടാ. അതിനുശേഷം നമ്മുടെ ഹാൻസം വില്ല അവിടോട്ട് കയറിച്ചെന്ന് പുൽമയുടെ പ്രൈവറ്റ് പാർട്സിലൊക്കെ തൊട്ട് നോക്കിയതിന് ശേഷം ഇതാണ് ആ വാള് എന്ന് തോന്നുന്നുള്ളതെന്ന്. അപ്പം തന്നെ നമ്മുടെ ഗോകു ആയിട്ട് ഇന്ന് റാബിറ്റിൻ്റെ സമയം കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ മാറുകയാണ്. അപ്പം തന്നെ ഊലോവിൻ്റെ സമയം കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ പഴയ ഫോമിലോട്ട്. ഇപ്പം തന്നെ ആ ഹാൻസം വില്ലമാണെങ്കിൽ തൻ്റെ ഡ്രസ്സ് ആ തുണിയങ്ങ് നോക്ക്. അപ്പോൾ അവൻ കണ്ടു, അല്ല ഇത് ബോളല്ല, ഇത് വേറെന്തോ ആണ്, അയ്യോ ഇതെന്താണ് സാധനം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ടെൻഷൻ അടിക്കുകയാണ്. അതിനുശേഷം തന്നെ നമ്മുടെ റാബിറ്റ് അങ്ങോട്ട് തന്നെ ഓടി വരികയാണ്. അപ്പം തന്നെ നമ്മുടെ ഹാൻസം വില്ല അവിടെ ഞാൻ കണ്ടു, ഞാൻ അത് ബോളാണെന്ന് വിചാരിച്ചാൽ അതെന്തോ എന്ത് സാധനം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് എന്തൊക്കെ കിടന്ന് പ്രാന്ത് പിടിച്ചാണെന്നൊക്കെ പറയുകയാണ്. അതിനുശേഷം റാബിറ്റും ഹാൻസം വില്ലനും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. അയ്യോ എൻ്റെ പ്ലാനല്ലേ ഇവന്മാർ രണ്ടെണ്ണം തകർത്തല്ലോ എന്ന് പറയുകയാണ്. അപ്പം തന്നെ നമ്മുടെ ഗോകു അവിടെ നിന്ന് എണീക്കുകയാണ്. രാവിലെ അയക്കുന്നു. ഇപ്പം അതിനുശേഷം നമ്മുടെ ഗോകുലോവിൻ്റെ പ്ലാനൊന്നും നടന്നതുമില്ല, തനിക്ക് എല്ലാം ഉറക്കം വരുന്നതുമുണ്ട്, ഇതെന്തോ ചെയ്യണമെന്ന് ഇപ്പോൾ അവൻ അറിഞ്ഞൂടാ. ഇപ്പം തന്നെ പുൽമ വണ്ടേന്ന് ഇറങ്ങി വരികയാണ്. പുൽമ ചോദിക്കുകയാണ്, എൻ്റെ ഡ്രസ്സെല്ലാം നീ നന്നാക്കി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇല്ല ഇന്നലെ രാത്രി ഇവിടെ ചെറിയൊരു ഫൈറ്റ് കിടന്നായിരുന്നു, ഹാൻസം പോയും ആ റാബിറ്റും തിരിച്ചു വന്ന് അവൻ നമ്മളെ രണ്ടുപേരെയും നമ്മളെല്ലാവരെയും കൊല്ലാൻ വേണ്ടി നോക്കി എന്നൊക്കെ പറയാണ്. അതിനുശേഷം നമ്മൾ പുൽമയെ നോക്കുകയാണെങ്കിൽ പുൽമയ്ക്ക് നല്ലോണം അങ്ങ് എക്സൈറ്റ് ആവുന്നുണ്ട്. ഹാൻസം പോയി ഇവിടെ വന്നു, എന്നിട്ട് നീ എന്താ എൻ്റെ അടുത്ത് പറയാതെ ഇന്നെന്നും പറഞ്ഞുകൊണ്ട് ഹാൻസം പോയിട്ട് ഹാരിയും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുൽമ. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോകു വന്ന് നോക്കുകയാണ്, ഇവിടെ എന്തെങ്കിലും കഴിക്കാണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ കുറച്ചുണ്ടെന്ന് പറഞ്ഞ് കുറച്ച് മീറ്റ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പം തന്നെ നമ്മളെ മായ ആണെങ്കിൽ വിലാസമായിട്ട് പറയുന്നത്, നമ്മുടെ ഷൂവിൻ്റെ കയ്യിൽ നല്ലൊരു ബോംബ് പൊട്ടി പിടിച്ചായിരുന്നു, ആ ബോംബ് നീ എന്നിട്ട് അവന് പൊട്ടിത്തെറിച്ചോ മരിച്ചോ എന്ന് ചോദിക്കുകയാണ്. തന്നെ പറയണം ഷൂ അതൊക്കെ എങ്ങനെയൊക്കെ മാറ്റി ഇന്ന് രാവിലെ 8 മണിക്കത്തേക്ക് മാറ്റി, അതിപ്പം ട്രക്കിൻ്റെ അടി വെച്ചിട്ടുണ്ടാകും. വല്ല ട്രക്കിൻ്റെ അടിയിലോ 8 മണിയാവും, ഇനി കുറച്ചും കൂടെ സമയമുള്ളൂ, 1 മണിക്കൂറും കൂടെ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അത് പൊട്ടിത്തെറിക്കും എന്ന് പറയുന്നു. അപ്പം തന്നെ നമ്മുടെ ഉൽമയ്ക്ക് ഒരു സൂട്ടൊക്കെ കൊടുക്കുകയാണ്, അതായത് ഇന്നും സൂട്ടൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ സ്വന്തം ഊലോ. അതിനുശേഷം പുൽമ ചോദിക്കുകയാണ്, ഇതെന്താണ്, ഇത് വെറും ഒരു ഇന്നർ മാത്രമല്ലേ, ഇതുകൊണ്ട് ഇപ്പം നീ അഡ്ജസ്റ്റ് ചെയ്യ്, ഇത് മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിലെന്ന് പറയാണ്. എന്ന് തന്നെ നമ്മുടെ അതിനുശേഷം ഗോകുവിനെ നോക്കുകയാണ്. ഗോകു 1 മാസത്തേക്കുള്ള ഫുഡ് ഒറ്റയടിക്ക് അങ്ങ് നിന്നുവാണ്. അതിനുശേഷം നമ്മുടെ പുൽമ അന്നൊക്കെ വെടാ മേക്കപ്പ് ഇടലാണ് അവിടെ നിന്ന്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാൻസം പോയി അങ്ങോട്ട് വരുവാണ്. ഒരു ചെറിയ ജീപ്പ് പോലെ സംഭവത്തിൽ അതൊക്കെ കണ്ട പുൽമ ഇത് അയ്യോ എന്നെ തിരക്കുന്നു, നിൻ്റെ രാജകുമാരൻ എന്നെ തിരക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ നമ്മുടെ ഹാൻസം പോയാണെങ്കിൽ ഒരു വിസയിലെടുത്തതിന് ശേഷം അതിൻ്റെ ടയർ അങ്ങ് അടിച്ചു പൊട്ടിക്കുകയാണ്. അതിനുശേഷം എങ്ങനെയൊക്കെ ഊലവും കൂടെ എങ്ങനെയൊക്കെ നിർത്തി. അതിനുശേഷം അവിടെ വന്നിരിക്കുകയാണ്, ഞാൻ നിങ്ങളെല്ലാവരെയും കൊല്ലാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അയ്യോ ഞാൻ വീണ്ടും വന്നു എന്നും പറഞ്ഞ് ഊലവും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്നാൽ പറയുന്നുണ്ട്, നീ ടെൻഷൻ ആവണ്ട, നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന ഹാൻസം പോയിക്ക് പവറും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഗോകു കിടന്ന് അവനായിട്ട് കളിയാക്കുകയാണ്.
ശേഷം ഗോകും ഹാൻസം ബോയ് തമ്മിലുള്ള ചെറിയൊരു ഫൈറ്റ് വീണ്ടും അവിടെ തുടങ്ങുകയാണ്. ഹാൻസം ബോയെ ഇടിച്ച് ഇടാനൊക്കെ നോക്കുന്നുണ്ട്. കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടി പോയി നമ്മുടെ ഹാൻസം ബോയുടെ ഒരു പല്ലൊക്കെ തെറിച്ച് പോകുന്നുണ്ട് ഏറ്റവും അവസാനം. അത് കണ്ടതിന് ശേഷം ഹാൻസം ബോയ്ക്ക് കുറേ വിഷമമാണ്. എൻ്റെ പല്ല് പോയേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എൻ്റെ പല്ല് പോയി, ഞാൻ എങ്ങനെ ആ പെണ്ണിൻ്റെ മുഖത്തോട്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശേഷം പറയാണ്, നിൻ്റെ ഒരേ ഒരു വഴിയേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ അവൻ ഒരു കൂടോത്രമൊക്കെ ചിന്തിക്കുകയാണ്. ശേഷം പറയാണ്, നമ്മളിനി അടുത്ത പ്ലാൻ ബിയിലോട്ട് പോവുകയാണെന്ന് പറയുകയാണ്. ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്ര പെട്ടെന്ന് നമ്മുടെ ബോംബ് സെറ്റായോ, ഇനി 1 മണിക്കൂറും കൊണ്ടുണ്ടല്ലോ, ഇത്ര പെട്ടെന്ന് നമ്മളെ ബോംബ് പൊട്ടിയൊന്ന് ചോദിച്ച് ഷൂവും ആയും കൂടെ അവിടോട്ട് വന്നിരിക്കുകയാണ്. എന്തായാലും ശരി, അമ്മാരും പോയി ബോംബും വെട്ടിത്തെറിച്ചു, നമുക്കെന്തായാലും അകത്ത് കയറി ഡ്രാഗൺ ബോൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കയറുകയാണ്. അപ്പം തന്നെ ഊലോമിനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഊലോമും ഗോകുവൊക്കെ ആണെങ്കിൽ ഗോകു ആണെങ്കിൽ ബുൽമയെ ചുമന്നുകൊണ്ട് ആ മരുഭൂമി കൂടെ നടക്കുവാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ ഹാൻസം ബോയ് വീണ്ടും വരുന്നു. അയ്യോ, ഇവൻ വീണ്ടും വരുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പം തന്നെ അങ്ങോട്ട് ക്യാപ്സ്യൂൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കാർ ഉണ്ടാക്കി കൊടുക്കുക. അയ്യോ സോറി, ഞാൻ നിങ്ങളെ ഇപ്പഴാ ആരാന്ന് മനസ്സിലായത്, എനിക്ക് തെറ്റ് പറ്റിയതാണ്, നിങ്ങളെ ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ഗോകുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. കൊള്ളാലോ, പിന്നെ പ്ലാൻ കൊള്ളാലോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ കാർ എടുത്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ ഹാൻസം വില്ലന് ഒരു ഇത് എഴുതുന്നുണ്ട്, അതായത് ഒരുമാതിരി ഒരു കൂടോത്രം പോലെയൊക്കെ ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് അമ്മാർ പോവുകയാണ് ഗോകുക്ക്. ശേഷം നോക്കുകയാണെങ്കിൽ ആ ട്രക്കിന്